ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ലെവലിൽ ബാത്റൂം സെയിം ലെവലിൽ ഇടാറുണ്ട്. ഇനി അതല്ല, നമ്മൾ കുളിക്കുന്ന ഏരിയ ചെറിയ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ചിന് താഴെ ആയിരിക്കും വരുന്നത്. അതിൽ 3/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കൊടുത്തതിന് ശേഷം നമ്മളൊരു സെപ്പറേറ്റ് ഒരു ഏരിയ മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്നത് കുളിക്കുന്ന ഏരിയ ആണ്. നമ്മൾ ജസ്റ്റ് താത്തിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുളിക്കുന്ന ഏരിയ ഏതെങ്കിലും ഒരു കോർണറിലേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് ഇതുപോലെ നമുക്ക് ഒരു ഏരിയ താഴ്ത്തി ഇടണമെങ്കിൽ കുളിക്കുന്ന ഏരിയ ഏതെങ്കിലും ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് ഫസ്റ്റ് തന്നെ വാഷ് ബേസിൻ കൊടുക്കുക. ഒറ്റ നീളത്തിലാണെങ്കിൽ വാഷ് ബേസിൻ, സെൻറ്ററിൽ ക്ലോസറ്റ്, അതിന് തൊട്ടുപുറത്തേക്ക് കുളിക്കുന്ന ഏരിയ. അപ്പോൾ ഏറ്റവും ആദ്യം വാഷ് ബേസിൻ വരും. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സെൻറ്ററിൽ ക്ലോസറ്റിൻ്റെ ഏരിയ വരും. അറ്റത്തായിട്ട് നമുക്ക് കുളിക്കുന്ന ഏരിയ വരും. അപ്പോൾ കുളിക്കുന്ന വെള്ളം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ഈ പറയുന്ന വാഷ് ബേസിൻ്റെ ഏരിയയിലേക്കോ ക്ലോസറ്റിൻ്റെ ഏരിയയിലേക്കോ വരാത്ത രീതിയിൽ ചെറിയ രീതിയിൽ 1 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ താത്തിയിടണം. അപ്പോൾ അതിന് തന്നെ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന ഏരിയ ആദ്യം നമ്മൾ എത്ര വേണമെന്ന് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. നോർമൽ ലെവലിൽ 90 സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്. 90 സെൻറ്റിമീറ്റർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതലുണ്ടെങ്കിൽ 1 മീറ്റർ നമുക്ക് കൊടുക്കാം, 100 സെൻറ്റിമീറ്റർ കൊടുക്കാം. അതിനുശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ 90 സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 90 സെൻറ്റിമീറ്റർ ആ ഏരിയയിൽ സാധാരണ മറ്റേ ലെവലിൽ നിന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.25 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചിൻ്റെ അടുത്ത് നമ്മളോട് താത്തി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് എത്ര വേണം എന്നുള്ളത് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടിയാലും വിഷയമില്ല. കാരണം നമുക്ക് പിന്നീട് ടൈലിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒട്ടും പൊങ്ങി പോരുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും, അവിടെയാണ് നമ്മുടെ ഫിനിഷിംഗ് ലെവൽ, റൂമിൻ്റെ ലെവൽ വരുന്നത്. അവിടെ നിന്ന് അത് ഓർബൽ ലെവലിൽ ഒരു ഇഞ്ച് താഴ്ന്നാണ് റൂമിൽ നിന്നും ബാത്റൂമിൽ കിടക്കുന്നത്. അതിൽ നിന്നും വീണ്ടും 1 ഇഞ്ച് താത്തിയാണ് നമ്മൾ ഈ പറയുന്ന കുളിക്കുന്ന ഏരിയ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വേണം എന്നുള്ളത് ടൈലിൽ വേണമെങ്കിൽ നമുക്ക് ഈ 1 ഇഞ്ച് മാറ്റിയിട്ട് 1/2 ഇഞ്ച് ആക്കി കൊടുക്കാം, 3/4 ഇഞ്ച് ആക്കി കൊടുക്കാം. അപ്പോൾ ടൈലിൽ ഇടുന്ന പരിക്കൻ ചെറുതായിട്ടൊന്ന് കനം കൂട്ടി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇത്തിരി താഴ്ച കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കും. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് പൊങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ റൂമിൻ്റെ, അതായത് ബെൽറ്റാണ് സാധാരണ നമ്മൾ ഉദ്ദേശിക്കാറ്. ബെൽറ്റാണ് വീടിൻ്റെ ബെൽറ്റ് വരുന്നില്ലേ, ആ ബെൽറ്റാണ് സാധാരണ ബാത്റൂമിൻ്റെ ഫിനിഷിംഗ് ലെവൽ, അതായത് ടൈലെല്ലാം ഒട്ടിച്ച് വരുമ്പോൾ ഫിനിഷിംഗ് ലെവൽ വരേണ്ടത്. അതിൽ നിന്നും മുകളിലേക്ക് റൂമിൻ്റെ 2 ഇഞ്ച് പൊങ്ങിയാണ് സാധാരണ നോർമൽ ലെവൽ വരുന്നത്. അപ്പോൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ച് താഴ്ത്തി അല്ലെങ്കിൽ 2 ഇഞ്ച് താഴ്ത്തി നമുക്ക് ബാത്റൂം കിട്ടും. അതിൽ നിന്ന് നമ്മൾ ഈ പറയുന്നത് കുളിക്കുന്ന ഏരിയ 1 ഇഞ്ച് താഴ്ത്തി ഇപ്പുറത്തെ സൈഡിലേക്ക് ഇടും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ തീരുമാനിക്കേണ്ടത് കുളിക്കുന്ന ഏരിയ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൊടുക്കണം. കുളിക്കുന്ന ഏരിയ എത്ര വേണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കണം. 90 സെൻറ്റിമീറ്റർ ആണോ 100 സെൻറ്റിമീറ്റർ ആണോ കുളിക്കുന്ന ഏരിയ വരേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് ഈ പറയുന്ന ഏരിയ താത്തി നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ കോൺക്രീറ്റ് എല്ലാം നമ്മൾ 1 ഇഞ്ച് താത്തി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് തോന്നാണ് ബാത്റൂം ഒന്നും സെപ്പറേറ്റ് ലെവലാക്കേണ്ട, ഒറ്റ ലെവലാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ ടൈൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ചെയ്ത് ഓക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള പുതിയ ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, ലൈക്ക് ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.